ഹായ് ഗായ്സ്, ഫ്രീബിൻ വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ കൊതു കടിക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് വെളിയിലൊക്കെ വന്നിട്ട്. എന്താ പറ്റി പിച്ചിക്കുട്ടിന് പനി പിടിച്ചു. പിച്ചിക്കുട്ടിന് പനി ആയതുകൊണ്ട് പിച്ചിക്കുട്ടിനിങ്ങനെ എൻ്റെ അടുത്തൊന്നും മാറാതെ നിൽക്കുകയാണ് അല്ലേ. പിച്ചിക്കുട്ടിനിങ്ങനെ അമ്മയുടെ മടിയിൽ വന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കും. അല്ല പിച്ചിക്കുട്ടാ, ചേച്ചി പെണ്ണ് അവിടെ പോയി സ്കൂളിൽ പോയി. ചേച്ചി പെണ്ണ് സ്കൂളിൽ പോയി. പിന്നെന്താ പറയണ്ടേ? എന്നാടാ തീർന്നോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊക്കെ തീർന്നെന്നാ പറയുന്നത്. മുടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിച്ചുകൊണ്ട് രാവിലെ മുതൽ എൻ്റെ കയ്യിൽ കയറിയിരിക്കാണ്ട് എനിക്കൊരു കാര്യത്തിന് പോകാൻ പറ്റിയിട്ടില്ല. മുടിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് രാവിലെ എഴുന്നേറ്റ് പിച്ചുകൂട്ടൊന്നും കഴിച്ചിരുന്നില്ല. കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ മരുന്ന് കുടിക്കാൻ മടിയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്. മരുന്നൊക്കെ കുടിച്ചു. ഹോസ്പിറ്റലൊന്നും പോയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയില്ല. നമ്മൾ ഡോക്ടർ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മരുന്ന് കഴിക്കുന്നത് കേട്ടോ, കൊടുക്കുന്നത്. അധികം കൂടുകയൊക്കെ ആണെങ്കിൽ കൊണ്ടു ചെന്നാൽ മതിയെന്ന് എപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊണ്ടുപോയിട്ടില്ല ഇവരായിട്ട്. പിന്നെ ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുഞ്ഞിൻ്റെ ചേച്ചി അമ്മയ്ക്കിപ്പം എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കിൻ്റെ ലാസ്റ്റ് എക്സാം അല്ലേ. ചേച്ചിയും പ്രാവശ്യം കുറച്ച് വയ്യായികയൊക്കെ വന്നുകൊണ്ട് ചേച്ചിക്കും പഠിക്കാനൊന്നും പറ്റിയില്ല, പഠിപ്പിക്കാനും പറ്റിയില്ല എനിക്ക്. പിന്നെ ഈ വീഡിയോക്കകത്ത് ചേച്ചിയുടെ കലോത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസ് ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പ്രതിക്കുട്ടിയുടെ കുറച്ച് വീഡിയോസും കൂടി ഇതിനകത്ത് നിന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, അവൾ തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതും ചെറിയൊരു വീഡിയോ ആയിരിക്കും. ആ വീഡിയോയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെന്താണ് പിന്നെ പിച്ചുകൂട്ടിൻ്റെ അംഗനവാടിയിൽ നമ്മുടെ നവംബർ 14 നവംബർ 14 ചിൽഡ്രൻസ് ഡേയുടെ കുറച്ച് ഇതുണ്ട്, ക്ലിപ്പിങ്സ് പോലെ തന്നെ. അതും ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞങ്ങളപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നലെ നമ്മുടെ പ്രവീൺ മൃദുലയുടെ വീഡിയോസൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് VR11 വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് ആരെ തരും? നമുക്ക് ഇതുപോലത്തെ കുഞ്ഞുമലാകെ നമുക്ക് തരും. ഓരോ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ. ഇവിടെ പിന്നെ എൻ്റെ വീട്ടുകാരാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത്. പിള്ളേരും ഞാനും എൻ്റെ വീട്ടുകാർ ഫുള്ളുണ്ട് എൻ്റെ കൂടെ. അല്ലേടാ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരും നമുക്ക് സന്തോഷിക്കാൻ ആരെ തരും? നമുക്ക് ഈ കുഞ്ഞുമാവിയെ തരും. എൻ്റെ കൈ കൊണ്ടതാ കേട്ടോ. പോട്ടെ, ഒരു മുതരട്ടെ മാറുവട്ടെ. അറിയോ? നോക്കിക്കേ, അറിയോ? ഒരു മഞ്ഞ മറിയെങ്കിൽ അമ്മയ്ക്ക് ഒരു മുറ്റാടോ ഒരോട്ടുള്ളൂ എനിക്ക് അപ്പം എല്ലാവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ. പെട്ടെന്ന് എല്ലാവരുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ അല്ലേ. ഞങ്ങളെ പോലെയുള്ള കുഞ്ഞാവന്മാരുള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാം. ഇരിക്കത്തില്ലേ? ഈ കുഞ്ഞുമാലൊക്കെ ഉള്ള സന്തോഷമായിട്ട് ഇരിക്കത്തില്ലേ? അതെന്താണ് ഷൂന്ന് പറയല്ലേ, ഇത് ഈശക്കുട്ടിയാണിത്. എന്നിട്ട് കെട്ടെടുത്ത് തറയിട്ടവൻ പിച്ചുകൊണ്ടിങ്ങനെ 5-6 ദിവസം അങ്ങനോടി നിന്ന് പോകാതിരിക്കുക, പനി പിടിച്ചിട്ട്. പനി കൊടുത്തിട്ട് അങ്ങനോടി പോകാതിരിക്കണം. കൊച്ചിനെ കണ്ടോ, അങ്ങനോടി പോയിട്ട് കൊച്ചിനെ കണ്ടോ അമ്മേ. അവൻ എഴുന്നേറ്റ് ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. അവനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിന് അവൻ ചേച്ചിയെ വിളിക്കാൻ പോകണം. ചേച്ചിയെ വിളിക്കണമെങ്കിൽ എന്നിട്ട് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചതാണ്. അവിടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോണം. അവിടെ ഒരു പറമ്പ് പോലെ കാണുന്നില്ലേ, അവിടെ ഒരു റോഡുണ്ട്. ഉണ്ട്, ഈ റോഡുണ്ട്. ആ റോഡിലോട്ട് ഇറങ്ങി ചെന്നാൽ ചേച്ചിയെ വിളിക്കാൻ നമ്മൾ പോകുന്ന സ്ഥലം അങ്ങോട്ടാണ്. അപ്പോൾ അവൾക്ക് അവിടെ അവൻ അങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് വഴക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ 10 മണി കഴിഞ്ഞേ ഉള്ളൂ, ചേച്ചി സ്കൂളിൽ ഇരിക്കുന്നേ ഉള്ളൂ, നമുക്ക് വൈകുന്നേരം പോകാൻ സമ്മതിച്ചില്ല. അവൻ അവിടെ ഇപ്പോഴേ പോയി നിൽക്കണം. അവൻ ചേച്ചിയെ കണ്ടേ പറ്റത്തുള്ളൂ. കണ്ടു പോകുന്നു. എൻ്റെ കെട്ടെടുത്ത് കണ്ട് കളയാൻ പോയത് കേട്ടോ. ഉച്ചെടുപ്പുവാ. കണ്ടോ, ചട്ടിയൊക്കെ മാറ്റുന്നുണ്ടായിരുന്നുണ്ട്. ചട്ടി മാറ്റി അതേപോലെ തന്നെ തിരിച്ച് വെച്ചു. എൻ്റെ കെട്ടെടുത്തോണ്ട് വരുവാണേ. ഒക്കെ തരും കേട്ടോ, ഒക്കെ എടുത്ത് തരും. താങ്ക് യു. ഇതാണ് നമ്മുടെ ഇവിടെ ഒരു കടയൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ, പുതിയതായിട്ട് തുടങ്ങിയതാണ്.
അത് താഴത്തെ വീട്ടിലെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ കടയാണ്. പിച്ചു നാല് കസേരയൊക്കെ തള്ളി പറിച്ചിട്ടു. അത് നേരെ വെക്കുകയാണ്. നേരെ വെക്കാൻ പോവാണോ? എനിക്ക് അടുത്ത മാസം പോകുമായിരിക്കും. പിച്ചുവിന് പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പോകുന്നില്ല. എല്ലാവരും പറയത്തില്ല, ചെറിയ വഴക്ക് കൊടുക്കും. കസേരയൊക്കെ മറിച്ചിട്ടാലേ അയ്യോ സൗണ്ട് കേൾക്കുന്നു, പേടിച്ചു എല്ലാവരും. അപ്പം ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചെറുക്കുഞ്ഞിന് വീഡിയോ ആണ് എടുത്ത വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ചേച്ചിയുടെ കുറച്ച് കലോത്സവത്തിൻ്റെ കുറച്ച് വീഡിയോയും ചേച്ചി എടുത്ത് വെച്ച് കുറച്ച് വീഡിയോസും അവൾ തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുവാവയുടെ നവംബർ 14 എന്തില്ലെന്ന് ലൈറ്റ് ഇല്ല. കുഞ്ഞിൻ്റെ കാറുണ്ട്. കുഞ്ഞിൻ്റെ കാറിന് ഇത് കൊച്ചപ്പച്ച വാങ്ങിച്ചെടുത്ത കാറാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക്. ഇതിന് ലൈറ്റ് ഇല്ല. കുഞ്ഞിൻ്റെ സൈക്കിളിന് ലൈറ്റ് ഇല്ലെന്നാണ് കുഞ്ഞ് പറയുന്നത് കേട്ടോ. അപ്പം ചേച്ചി അവൾ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് അതിൻ്റെ കുറച്ചൊരിതുണ്ട്. അപ്പം ആ വീഡിയോയും പിന്നെ കുഞ്ഞിൻ്റെ നവംബർ 14 വീഡിയോയും കൂടെ ഇതിനകത്ത്. ഇവിടെ 7:30 ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ടീച്ചർ പറഞ്ഞേക്കുന്നത് അവിടെ 8 മണിയാകുമ്പം എന്നെ എത്തിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സമയം ഇപ്പോൾ ഓരോന്നൊക്കെ ആയിരിക്കണം ഇരുന്നേക്കണം. അപ്പം ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ എൻ്റെ അപ്പച്ചനെടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അമ്മ കൂടെ വരുവാണെങ്കിൽ അമ്മയുടെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ അപ്പച്ചൻ മാത്രമേ കൂടെ വരുവാണെങ്കിൽ അപ്പച്ചൻ്റെ ഫോണിൽ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇനി കഴിക്കണം. പിന്നെ എനിക്ക് പള്ളി വരെ പോകണമെങ്കിൽ പോകണം, എനിക്ക് പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. കുറച്ച് തന്നെ ഭംഗി കണ്ടോ, പാവം കൊച്ചവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയാണ്. ഞാൻ പിന്നെ കമ്മൽ ഊരി കേട്ടോ, കണ്ടോ എൻ്റെ കാതിൽ കമ്മൽ ഊരിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വർണ്ണക്കമ്മലൊന്നും ഇടല്ലേ, ഡയമണ്ടും അങ്ങനെയൊന്നും ഇടല്ലേ എന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. കാണാതായി പോയാൽ അങ്ങനെ സാറ് പറഞ്ഞേക്കുന്നത്. എനിക്കിനി മുടി പിന്നി തന്നാൽ മാത്രം, മുടി പിന്നാൻ അറിഞ്ഞുകൂടാ. അവിടെ കമ്മലെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. കമ്മലെടുത്ത് ഭയങ്കര വേദന കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ചേച്ചിമാരിക്കും ഇങ്ങനത്തെ കണ്ണീന്ന് വെള്ളം പോകുക. എന്താ സാർ ഞാനിവിടെ അലിച്ച് പോകുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ എത്തുന്ന വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ബസ്സിൽ കയറുന്ന വരെ നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഫ്രിച്ചുവിൻ്റെ വിശേഷങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഫ്രിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ നവംബർ 14 ചാച്ചാജി ആവുന്നത് ഇന്ന്. അതുകൊണ്ട് ഫ്രിച്ചുവിന് ഇന്ന് പോകാതിരിക്കാനും പറ്റത്തില്ല. ചാച്ചാജി എടുത്ത് തുറക്കും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകണം. അമ്മയും കൂടെ വരുന്നുണ്ട് എൻ്റെ കൂടെ. അമ്മച്ചി വീട്ടിലുണ്ട്. ആ സ്കൂളിലൊക്കെ കാരണം ചാച്ചാ ചാച്ചാ സ്കൂളെത്തിയേക്കുന്നു. നാടൊട്ടുക്കും
വീഡിയോസൊക്കെ ഉണ്ടില്ല. അപ്പോൾ ചേച്ചിയുടെ അന്നക്കുട്ടിയുടെ കലോത്സവത്തിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ കണ്ടു. പിന്നെ ഫ്രിച്ചിക്കുട്ടിൻ്റെ നവംബർ 14 വീഡിയോസ് കണ്ടു. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. എന്നു അപ്പം ബൈ ബൈ. Bye.